ഇനി അങ്ങനെ വേറൊരു അപകടകരമായ വസ്തുതയിൽ പറഞ്ഞു, 1960-65 കാലഘട്ടത്തിൽ ഗ്രാസിം വരുന്ന സമയത്ത് ഗ്രാസിമിലെ ലേബേഴ്സിന് ചികിത്സക്ക് ആവശ്യാർത്ഥം ആ സ്ഥലം കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൾക്ക് എഗ്രിമെന്റ് വെച്ച് കൊടുത്തതാണ് ആ സ്ഥലം ആരോഗ്യ സബ് സെന്റർ തുടങ്ങാൻ. MLA ഇപ്പൊ അത് വളരെ വ്യാഗ്രത, അത് മാനേജ്മെന്റിൻ്റെതാണ് എന്ന് പറയാനാണ്. മാനേജ്മെന്റിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ MLA സംസാരിക്കുന്നത്. അത് പഞ്ചായത്തിന്റെ MCF യൂണിറ്റ് അതിനകത്തുണ്ട്, പഞ്ചായത്തിന്റെ സബ് സെന്റർ അതിനകത്തുണ്ട്. പഞ്ചായത്തിന് ഭരണസമിതി തീരുമാനത്തിന് പ്രകാരം അവിടെ MLA 40 ലക്ഷം അനുവദിച്ചു. സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് MLAക്ക് ഫണ്ട് അനുവദിക്കാൻ അധികാരമുണ്ടോ? സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് MLAക്ക് കെട്ടിടത്തിന് ആസ്തി വികസന പദ്ധതി സ്ഥലം അനുവദിക്കാൻ അധികാരമില്ലാതിരിക്കെ ആ 40 ലക്ഷം അനുവദിച്ച MLA എന്നത് പറയുന്നു അത് കോടിയോറൻസിന്റെ ആണ് സ്ഥലം. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൾക്ക് ആരോഗ്യ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി കൊടുത്തു. ജനകീയ ആസൂത്രണം വന്നപ്പോൾ സ്വാഭാവികമായിട്ട് ഈ സ്ഥാപനങ്ങളൊക്കെ ഗ്രാമപഞ്ചായത്തിലേക്ക് വിട്ടുകിട്ടി. അങ്ങനെ വരുന്ന സമയത്ത് നമുക്കത് വന്നു 2005 ബാലകൃഷ്ണൻ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് ഇപ്പോഴുള്ള സബ് സെന്റർ പുതുക്കി പണിത് അന്നത്തെ കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് 10 ലക്ഷം രൂപ കൊടുത്തു. അതിന് ഉദ്ഘാടനം നടത്തി 2010 ഞാനടങ്ങുന്ന ഭരണസമിതി വന്നതിന് ശേഷം സുരേഷ് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജലീലാണ് ഉദ്ഘാടനം ചെയ്തത്. ആ സബ്മിറ്റ് ചെയ്താലേ ഇക്കൊല്ലം വോട്ട് ചെയ്യിക്കാൻ പറ്റുള്ളൂ. ഇക്കൊല്ലം വോട്ട് ചെയ്യിക്കണമെങ്കിൽ എന്തും സബ്മിറ്റ് ചെയ്യണമല്ലോ. അതാണ് രജിസ്റ്റർ ഓഫീസിന് അയാൾ കണ്ടെത്തി സ്ഥലം ബ്രിട്ടീഷ് ഗവൺമെന്റ് ഈ ലോകത്ത് ഒരാൾക്ക് ഉപയോഗിക്കാൻ പാടില്ലെന്ന് ഞാൻ അയാളോട് പലവട്ടം പറഞ്ഞ അയാൾ പറയും 1 ഏക്കർ സ്ഥലം രജിസ്റ്റർ ഓഫീസിലുണ്ട്, 1 ഏക്കർ സ്ഥലം അത് ഉപയോഗിക്കാൻ പറ്റുന്ന അദ്ദേഹത്തിന് അറിയാം. നിരന്തരം പിന്നെ മാവൂർ കൽപ്പള്ളിയിൽ PWD റോഡ്സിനില്ലേ, കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള മന്ത്രിയല്ലേ റിയാസ് PWDന്റെ, അയാൾക്കൊരു ഡിമാൻഡ് വെച്ചോളൂ. അതിന് 1 ഏക്കർ സ്ഥലം നമുക്കൊരു സ്റ്റേഡിയത്തിന്, അന്താരാഷ്ട്ര സ്റ്റേഡിയം എന്ന് പറയാം, എത്ര പ്രാവശ്യം ആളുകളെ കൊണ്ട് അവിടെ സന്ദർശനം നടത്തിച്ച അതത് കാലത്തെ പഞ്ചായത്തുകൾ. കണ്ണിപറമ്പ് ക്യാൻസർ ആശുപത്രി എത്ര പ്രാവശ്യം ഏറ്റെടുത്ത്? ഇടതുപക്ഷത്തിൽ വരുന്ന മുഴുവൻ ആരോഗ്യമന്ത്രിമാർ അത് ഏറ്റെടുക്കലാണ്, ഇപ്പോഴും ഏറ്റെടുത്തിട്ടില്ല. ചെറുപ്പ ആശുപത്രി ഇവിടെ പറഞ്ഞു, ചെറുപ്പ ആശുപത്രിക്ക് എന്താ തടസ്സം? ഈ പിണറായി വിജയൻ ഓൺലൈനിൽ തറക്കറ്റിട്ട് ഒരു ഫ്ലാറ്റ് സമുച്ചയുണ്ട് മാവൂര്, ഇവിടെ പൊൻപുറക്കുന്നില്ല. അതിന്റെ സ്റ്റോൺ ഇപ്പോഴും പഞ്ചായത്ത് ഓഫീസിലുണ്ട്. 2020 സെപ്റ്റംബർ 12 അടങ്കൽ തുക 6,73,50,000 രൂപ അടങ്കൽ തുക വെച്ചിട്ട് ഞാൻ എന്റെ അടക്കം പേര് ആ സ്റ്റോണിലുണ്ട്. എവിടെ പോയി ഫ്ലാറ്റ്? ഇയാൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അപ്പൊ സ്വന്തം തെരഞ്ഞെടുപ്പിൽ ജയിക്കുക, അതിന് ചില പൊടിക്കൈകൾ അതത് സമയത്ത് എടുക്കുക എന്നതിലുപരി ഈ മാവൂരിനോ കുന്നമംഗലം പ്രദേശത്തിനോ വേണ്ടി ഇപ്പൊ ഇവിടെ പറഞ്ഞു, ചെറുപ്പം മുതൽ മാവൂര് വരെ റോഡിന്റെ സ്ഥിതി കോടിയോറൻസ് വന്ന സമയത്ത് ഉണ്ടാക്കിയ റോഡല്ലാതെ എന്തെങ്കിലും നടന്നോ? ഇപ്പൊ വന്നത് ഏതാ ഫണ്ട്? നിങ്ങളൊക്കെ പത്രക്കാരല്ലേ, സെൻട്രൽ ഫണ്ട്. ഇദ്ദേഹത്തിന് സത്യം പറയാലോ, ഇദ്ദേഹത്തിന് കൊടുവള്ളിയിലൂടെ താല്പര്യമുണ്ട്. കുന്നമംഗലം അദ്ദേഹത്തിന് യാത്ര ചെയ്യുമ്പോൾ നമ്മളൊക്കെ റെയിൽവേ സ്റ്റേഷനിൽ വരും, പട്ടാമ്പിയിൽ ഇറങ്ങിയിട്ട് അല്ലെങ്കിൽ ഷൊർണൂർ ഇറങ്ങി ചായ കുടിക്കില്ലേ, അതുപോലുള്ള സാധനമാണ്. 52 സെന്റ് സ്ഥലം റവന്യൂവിന് മാവൂരുണ്ട്. എന്താ മിനി സിവിൽ സ്റ്റേഷൻ ഉണ്ടാക്കാത്തത്? ഉള്ളതിനുണ്ടാക്കാതെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഒരു പഞ്ചായത്തിൽ ഒരു സ്റ്റേഡിയം സ്ഥലം നിർദ്ദേശിക്കാൻ പറഞ്ഞു. അതോടൊപ്പം ഈ ഗവൺമെന്റ് ടൂറിസം മന്ത്രി കൂടിയായ റിയാസ് അധികാരത്തോടെ എല്ലാ പഞ്ചായത്തുകളും കത്തയച്ചു. ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകൾ അറിയിക്കണം, ഫണ്ട് പ്രശ്നമല്ല സർക്കാരിന്. നമ്മൾ 2 കൊടുത്തു. ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ മാവൂർ വെള്ളക്കെട്ടും ഗ്രാമവനും കൊടുത്തു. പഞ്ചായത്ത് നിർദ്ദേശിച്ചു. ഒരു അനക്കൊന്നും വരണ്ടായില്ല. ഒരു പഞ്ചായത്തിലൊരു ഗ്രൗണ്ട് ഈ PWD സ്ഥലം നിർദ്ദേശിച്ചു, ഗ്രാസിമിന്റെ ഭൂമി നിർദ്ദേശിച്ചു, ഒരു അനക്കം ഉണ്ടായില്ല. തലേന്നല്ലേ MLA ഇതെല്ലാം കൂടി വഷളാക്കുന്ന രീതിയിൽ സ്റ്റേറ്റ്മെന്റ് നിങ്ങളെ കൊടുത്തിലായപ്പോൾ കൊടുത്തത് അല്ലേ? എന്താ അതിന്റെ ആവശ്യം? ഞങ്ങളവിടെ പഞ്ചായത്ത് അതിന് വിട്ടു നിൽക്കണം, എന്നിട്ട് MLAക്ക് സ്വന്തമാണെന്ന് വരുത്തി തീർക്കണം. ഞങ്ങൾ വിട്ടു നിൽക്കൂല, ഞങ്ങൾ 5-ാം തീയതി അതിന്റെ മുന്നിൽ ഉണ്ടാവും. കാരണം MLA നാളെ പൊടിഞ്ഞെട്ടി പോകുന്നുണ്ട്. ഞങ്ങൾക്കുള്ള സ്ഥാപനമാണ് മാവൂർക്കാർക്കുള്ളത്. അതിന്റെ MLAക്ക് വളരെ വ്യക്തമായിട്ടുള്ള ഒരു പ്ലാനിങ് ഉണ്ട്. പഞ്ചായത്തിനെ പ്രൊവോക്ക് ചെയ്യുക, UDF-നെ പ്രൊവോക്ക് ചെയ്യുക, അതിൽ നിന്ന് വിട്ടു നിൽക്കുക. ഞങ്ങളത് മാത്രമാണെന്ന് വരുത്തി തീർത്തതിന് ഒരു മഹാ ഉദ്ഘാടനം നടത്തിയിട്ടേ അത് ഞങ്ങൾ വിട്ടുകൊടുക്കില്ല.